ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് നമ്മളിപ്പോൾ എങ്ങോട്ട് കയറാൻ പോകുന്നത്? അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിലാണ് നമ്മൾ. നമുക്കൊന്ന് കാണാൻ പറ്റുന്ന സുഹൃത്തുക്കളെ, മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുകയാണ്. ഇവിടെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ കള്ളിച്ചെടി വളരില്ല എന്ന്. ഈ കള്ളിച്ചെടിയല്ലേ ഇവിടെ വിളിച്ച് നിൽക്കുന്ന കൊച്ചു കള്ളി. ഏത് പാറ കയറണം? ഇങ്ങനെയാണ് നിറയെ കോടയായിട്ട് നിറയെ മരങ്ങൾ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിലാണ്. അപ്പം ഫൈനൽ സ്റ്റേജിലെത്തി. നമ്മൾ ഒരു ക്യാമ്പിൽ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസമുള്ള ട്രക്കിങ്ങാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിലെത്തി. ഇനി ഒരു 2.5 കിലോമീറ്റർ കൂടി നമുക്കിതുപോലെ നടക്കാനുണ്ട്. ഇപ്പം ഇങ്ങനെ നടക്കാൻ പറ്റും. കുറച്ച് കഴിഞ്ഞാൽ 4 കൈ കുത്തി നടക്കും. അല്ല, 2 കൈയും 2 കാലും കുത്തി നടക്കും. എനിക്ക് കുറേ കാര്യങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ തിരിച്ചു പോകുമ്പോൾ കവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇത്ര നേരം ഞാൻ റീൽസിനുള്ള വീഡിയോസ് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഇടണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, ഓക്കെ യൂട്യൂബിലൊരു കണ്ടൻറ് ആയിക്കോട്ടെ. കുറേ കാലമായിട്ട് ഞാൻ കണ്ടൻറ്റ്സ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇന്നൊരു യൂട്യൂബ് വ്ളോഗിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇങ്ങനെ കുത്തനെയുള്ള കയറ്റമാണ് മുഴുവൻ. ഇതുപോലെ കുറേ വെള്ളവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടയിലിടയിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ഔഷധം അരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരല് പോലത്തെ ഒരു സാധനമാണ് ഈ പാറയുടെ മേലെ ഒരു കുഴി. ചെറിയ തിരുത്തലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ മുനി അരച്ചേർന്ന മരുന്നിൻ്റെ സംഭവം മുനിയുടെ അല്ല. അവിടെ ബ്രിട്ടീഷുകാർ നിൽക്കുന്ന സമയത്ത് അവരുണ്ടാക്കിയ സംഭവമാണ് അത്. ഇങ്ങനെ മെഡിസിൻ അരയ്ക്കാൻ തന്നെയാണ്, പക്ഷെ മുനിയുടെ അല്ല. ഇവിടെ ഒരു മാർക്കം ഉണ്ടോ? ഇങ്ങനെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. മാർക്കാണ്. എന്താ ഏട്ടാ? തമിഴ്നാട് കേരള അതിർത്തി. തമിഴ്നാട് കേരള അതിർത്തിയാണെന്ന് പറയുന്നത്. ഇത്ര നേരം നമ്മളിങ്ങനെ കുഞ്ഞ പാറയുടെ മേലെ കൂടെയൊക്കെയാണ് നമ്മൾ നടന്നായിരുന്നത്. കുഞ്ഞു കുഞ്ഞു ഉരുളൻ കല്ല് അങ്ങനെയൊക്കെ. ഇപ്പം മറ്റൊരു വലിയ ഇങ്ങനെ വലിയൊരു പാറയുടെ മേലെ കൂടെ നടക്കുമ്പോഴേ നമ്മുടെ കാഫൊക്കെ നല്ല വേദനിക്കും. നമ്മൾക്ക് ശീലമില്ലാത്ത പരിപാടിയാണല്ലോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ശ്വാസം കിട്ടാതെ വരിക, അങ്ങനെയൊക്കെ വരും. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ നമ്മൾ മുന്നേറുകയാണ്. നമുക്ക് ഈ ഔഷധത്തിനെ കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ട് നമ്മളിതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് ഫോണിൻ്റെ സ്പേസ് കളഞ്ഞ് നടക്കണം. സത്യം. നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ കുറച്ച് പേര് വരുന്നുണ്ട്. അതിനെ കാണുമ്പോൾ നമുക്ക് കയറണം. നമ്മളിങ്ങനെ സ്പൈഡർമാനൊക്കെ കയറും. നമ്മളിതുപോലത്തെ കുത്തനെയുള്ള കയറ്റമാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കുറേ നേരമായി പറയണു, കാരണം ഇവിടെ കയറ്റം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ പെയിൻറ്റ് പോകാൻ വഴിയുണ്ട്. മുഖത്തിൻ്റെ അല്ല, ബോഡിയുടെ മുഴുവൻ. നമ്മൾ കയറുമ്പോൾ ഒരു റോപ്പ് പിടിച്ച് കയറണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. ആ റോപ്പ് നമ്മൾ എത്തിയിട്ടോ. വയ്യടാ, ഇതാടാ, ഇതാണ് നമ്മൾ പിടിച്ച് കയറാൻ പോണ റോപ്പ്. വീട് കാടൊക്കെ എത്തി. 3 സ്ഥലം. അതെ വീണയും മൂടും പോവും. മൂട് മാത്രം എല്ലാം പോവും. ഒരു പ്രത്യേക തരം കായ കണ്ടെത്തിയിരിക്കുന്നു. കണ്ടു? എന്താന്ന് അറിഞ്ഞൂടാ. अच्छे से देखो, क्या हुआ? वाटर इसके ऊपर एक फ्लावर भी है. ये लड़की है और ये लड़का. और उसको भी फ्लावर है तो क्या करेगा? कुछ भी करना नहीं है. छोड़ दो भाई, ये खुद कर लेंगे. ഒരു ഹിന്ദി ബ്ലോഗർ കിട്ടിയിട്ടുണ്ട്. നോക്കില്ല അവനെ ട്രോളാം. വാ ഓടുന്നു. മുझे जाने दो. കണ്ടോ? വേണ്ട, വിഷമാണെങ്കിലോ? ഞങ്ങൾ കൂടുതൽ വ്ളോഗർ 100 രൂപ കൊണ്ട് 3 ദിവസം സർവൈവ് ചെയ്യാൻ വന്നതാ. അപ്പോഴാണ് ഞങ്ങളെ പോലെ ഒരു 5 പേരെ കണ്ടു. ഇപ്പോൾ ആദ്യത്തെ 2 ദിവസം ഞങ്ങൾ അവനെ നോക്കി, ഇപ്പോൾ അവൻ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക. അതെ, സബ് കുച്ച് ബദൽ ഗൈ. നേരം കയറിയിരുന്നല്ല കയറ്റം, ഇനി കയറാൻ പോകുന്നതാണ് കയറ്റം. ഒരു നോക്ക് കാണൂ. നോക്ക്, ഈ പാറയിലേക്കാണ് ഞാൻ കയറാൻ പോകുന്നത്. ഇനി അടിപൊളി വ്യൂ ആണേ. നോക്ക്, ഈ മരങ്ങൾ കണ്ടോ? ഈ മരങ്ങൾ ഇങ്ങനെ കാണാൻ ഭംഗിയില്ലല്ലോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഭംഗിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. കഴിഞ്ഞുണ്ടല്ലോ ഈ സ്ഥലം മാറും. അങ്ങനെ നമ്മൾ വീണ്ടും മറ്റേ പെരിയാർ റോപ്പ് എത്തി.
റോപ്പ് കയറാൻ പോവാ. ചെറിയ മഴയുണ്ട്. ഇനി അങ്ങനെ 3 റോപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 3 റോപ്പിൽ ഫസ്റ്റ് റോപ്പ് കയറാൻ പോവാ. ഒന്നുമില്ല, ഞാനിത് പറയാൻ വന്നത് നമ്മുടെ അടുത്ത റോപ്പ് എത്തിയിട്ടുണ്ട്. കണ്ട ചേട്ടന്മാർ കയറുന്നത് സ്പൈഡർമാൻ പോലെ അതുപോലെ കയറും. നല്ല കാറ്റും നല്ല ചാടിപ്പൊളിയും നല്ല വേദന ഉണ്ട്. ഈ തണുപ്പ് കാരണം ഫ്രീസ് ആയിട്ട് ഇരിക്കുക. രണ്ടാമത്തെ മഴ ടഫാന്നുണ്ട്. ഇത് കുറച്ചുകൂടി സിമ്പിൾ അല്ലേ? ഓരോരുത്തർക്കും ഓരോ പോലെയല്ലേ. ഡിഗ്രി ഒരു 85 ഡിഗ്രീസ് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്ന് ഞാൻ പറ്റിച്ചതാ. എത്രയാ 85 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒട്ടും ക്ഷീണമില്ല. നമ്മൾ രണ്ടാമത്തെ റോപ്പ് കയറി. ഫസ്റ്റ് റോപ്പ് കുറച്ച് ടഫായിരുന്നു എനിക്ക്, പക്ഷേ സെക്കൻഡ് റോപ്പ് കുറച്ചുകൂടി സിമ്പിളാണ്. ഇവിടെ തണുപ്പ് കാരണം കൈ ഫ്രീസ് ആവുക, അതുപോലെ കൈ വേദനിക്കുന്നുണ്ട് റോപ്പ് കയറുമ്പോൾ. അപ്പോൾ ഗ്ലൗ ഒക്കെ യൂസ് ചെയ്യായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. അടുത്ത പ്രാവശ്യം യൂസ് ചെയ്യാം. കൈ നോക്കാം. നമ്മൾ സ്വർഗരാജ്യത്തെത്തി. ഒച്ച അധികം ഉണ്ടാക്കാതെ പോവാം. ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പറ്റില്ല. ഇത് രസാ. അടിപൊളി വ്യൂ. ചുറ്റും നോക്കുമ്പോഴത്തേനും നമ്മളിങ്ങനെ സ്വർഗത്തെത്തിയ പോലെ. ഇതൊക്കെ നോക്ക്, സ്കൈ ഒക്കെ നോക്ക്. ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി വ്യൂ ആണ് ഇവിടെ. ഒരു വട്ടമെങ്കിലും വരണം, എന്തായാലും വരണം. ഞാൻ അത് വന്നില്ലെങ്കിൽ മിസ്സായാനെ. ഞാൻ ഫസ്റ്റ് ഇത്ര ദൂരം കയറണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേലും എനിക്ക് മടി പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ കയറിയപ്പോഴത്തേലും അടിപൊളി. പുതിയ പുതിയ സാധനങ്ങൾ. ചുറ്റും കാട്, കാടോട് കാട്. ഫ്ലിപ്കാർട്ട്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പിലെത്തി. നമ്മുടെ ലാസ്റ്റ് റോപ്പ്. അതോട് കയറി കഴിഞ്ഞാൽ നമ്മൾ ഹില്ലിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. നമ്മളങ്ങനെ ഫൈനലി ഈ റോപ്പ് കയറി മേലെത്തി. ഇനി കുറച്ചുകൂടി കയറാണ്ട്. അതോടെ കഴിഞ്ഞ് ഏറ്റവും ടോപ്പിൽ. ഈ ട്രക്കിങ്ങിൽ എൻ്റെ ശത്രുവുണ്ട്. ഏതാണെന്നറിയോ? ഈ പാറ. എനിക്കിങ്ങനെ കൊത്തനെ പാറ ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. ഈ ഉരുണ്ട കല്ലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് മറ്റൊരു മാതിരി കുത്തനൊരു പാറയാണ്. തേങ്ങ ഇത് വരുമ്പോൾ ദേഷ്യം വരും. നിറയെ ഫോഗാണ്. സെക്കൻഡിനാണ് ഇവിടുത്തെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിറയെ ഫോഗ്. അവിടെ നിറയെ മലകളുണ്ട്, പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഫൈനലി നമ്മൾ എത്തി ഏറ്റവും ടോപ്പിൽ. കേരളത്തിൽ രണ്ടാമത്തെ ടോപ്പ് ആണെന്നാണ് പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് ആണെന്നാണ് പറയുന്നത്. സോ നമ്മളങ്ങനെ അത് കീഴടക്കിയിരിക്കുകയാണ്. ഇനി നമ്മളിവിടെ ഒരാളെ കാണാൻ വന്നത്. ഇയാളെ കണ്ടിട്ട് എൻ്റെ ഫോൺ നമ്മൾ നമ്മൾ തേടി നിറഞ്ഞ ആളെ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. സൂം ആവുന്നില്ല, സൂം ചെയ്ത് കാണിക്കാം. ആണ് നമ്മുടെ അഗസ്ത്യാർ മുനി. അപ്പം പുള്ളി ഇവിടെ തപസ് അനുഷ്ഠിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ കുറേ ഹെർബ്സും മറ്റേ ഔഷധ ഗുണമുള്ള കുറേ സസ്യങ്ങളും കാര്യങ്ങളൊക്കെ ചുറ്റുമുണ്ട്. ഇവിടുത്തെ ഓക്സിജനാണ് ഏറ്റവും പ്യുവറസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ചുറ്റും ഹെർബ്സ് ആയതുകൊണ്ട്. അടിപൊളി എക്സ്പീരിയൻസ്. നമ്മൾ അഗസ്ത്യാർകൂടം കയറി ഇറങ്ങുകയാണ്. പക്ഷെ ഇറങ്ങുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഭയങ്കര കുത്തനുള്ള ഇറക്കുക. അതുകൊണ്ട് സൂക്ഷിച്ച് എടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ്